നമ്മെ സ്തോത്രം ഹല്ലേലൂയ നടത്തുന്ന, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. നമ്മെ സ്തോത്രം ദൈവ മക്കളെ ശിക്ഷിച്ച് അമ്മേ സ്തോത്രം ഹല്ലേലൂയ ഒതുക്കി കളഞ്ഞാൽ അമ്മേ സ്തോത്രം ഹല്ലേലൂയ ഓർത്ത് നോക്കുക സ്തോത്രം പ്രിയമുള്ളവരെ. ആ സ്തോത്രം ഹല്ലേലൂയ. പിന്നെ എന്തിനാണ് ഈ സ്വർഗരാജ്യം? ആർക്കു വേണ്ടിയിട്ടാണ് കർത്താവ് ഈ സ്വർഗരാജ്യം ചെയ്യുന്നത്? അമ്മേ സ്തോത്രം ആരെ കൊണ്ടുപോകാൻ കഴിയും? എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലെ ഓർത്തുകൊള്ളുക സ്തോത്രം ഹല്ലേലൂയ. വിശ്വാസം ഉണ്ടാകട്ടെ. ക്രിസ്തുവിൽ ഉള്ള വിശ്വാസം നമുക്ക് വർദ്ധിക്കുവാൻ ഇടയായി തീരട്ടെ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. തെറ്റുകൾ ഇല്ലാതെ മനുഷ്യനില്ല. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും തെറ്റുകൾ ചെയ്യുന്നവരുണ്ട്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. മനുഷ്യൻ ബലഹീനനാണെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ ആ മക്കളുടെ തെറ്റുകളെ എല്ലാം ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് സ്തോത്രം ഹല്ലേലൂയ പിതാവിനോട് ആമേൻ സ്തോത്രം യേശുവിനോട് ഏറ്റുപറഞ്ഞ്, യേശു ഹല്ലേലൂയ പിതാവിനോട് ഏറ്റുപറഞ്ഞ് ആ കാൽവരിയുടെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിച്ച് ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിത്യത്തിലേക്ക് കൊണ്ട് ചേർക്കുവാനുള്ള പരിശുദ്ധാത്മാവാണ് നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശ ഉണ്ടാകട്ടെ പ്രിയമുള്ളവരെ. സ്തോത്രം ഹല്ലേലൂയ. വീണുപോകും നീതിമാൻ വീണാലും നിലംപരിധിയാകാതെ അവൻ എഴുന്നേൽക്കും. സ്തോത്രം ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം. നീതിമാൻ വീഴും, സത്യമാണ്. സ്തോത്രം. ദാവീദിനെ ഓർത്തു നോക്ക്. ആമേൻ സ്തോത്രം. വീണുപോയില്ലേ? താൻ വീണുപോയപ്പോൾ സ്തോത്രം ഹല്ലേലൂയ വീണു പോയോ? ഇല്ല. സ്തോത്രം ഹല്ലേലൂയ. അവൻ സ്തോത്രം അതിൽ നിന്ന് കുടഞ്ഞു കളഞ്ഞു വെച്ച് എഴുന്നേൽക്കുവാൻ വെള്ളം ഇടയായി തീർന്നു. പരിശുദ്ധാത്മാവ് ബോധം വരുത്തി. ആമേൻ സ്തോത്രം. പ്രവാചകനെ കൊണ്ട് ബോധം വരുത്തിയപ്പോൾ തനിക്ക് കുറ്റബോധമുണ്ടായി. ആമേൻ മാനസാന്തരത്തിലേക്ക് കടന്നു വന്നു. ആമേൻ സ്തോത്രം. ദൈവത്തിന് ഏറ്റ ഒരു മകനായി സ്തോത്രം ഹല്ലേലൂയ ദാവീദ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ തിരുവചനം നമ്മെ അതാ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആമേൻ സ്തോത്രം ദാവീദല്ല നമ്മൾ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിലക്കിരയം കൊടുത്തു വാങ്ങിയ ദൈവത്തിന്റെ മക്കളാണ് ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത്. ആമേൻ സ്തോത്രം. പ്രത്യാശമുള്ളവരായി നമ്പിക്കை നമുക്ക് ഉരുവാകട്ടും ദേവനുடைய பிள்ளைகளே. ஸ்தோத்திரம் ஹல்லேலூய. இயேசு ஒருபோதும் தன் பிள்ளைகளை கைவிடுகிற தேவன் அல்ல. ஆமென். ஸ்தோத்திரம் ஹல்லேலூய. அதற்காகத்தான் பரிசுத்த ஆவியானவரை இந்த பூமியிலே நமக்காக அவர் தந்திருக்கிறார். பரிசுத்த ஆவியானவர் பாவத்தை குறித்து நீ தெற்றி செய்யும் பொழுது, மகனே மகளே நீ செய்கிறது தவறு என்பதை குறித்து உனக்கு உணர்த்தி நீ மனம் திரும்பினால் ஆமென் ஸ்தோத்திரம் உன்னை பரிசுத்தப்படுத்தி நித்திய ஜீவனுக்கு நேராக கொண்டு போவதற்கு தேவன் உண்மையும் நீதியும் உள்ளவராகவே இருக்கிறார். ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എങ്ങനെ സ്വർഗ്ഗത്തിൽ പോകും, എനിക്ക് നിത്യത ലഭിക്കുമോ എന്നുള്ള ചിന്ത ആമേൻ സ്തോത്രം ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. അവിശ്വാസ ചിന്ത കൊണ്ടുവരുന്നത് പിശാച. പ്രിയമുള്ളവരെ ഓർത്തു നോക്കിക്കോളെ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് സ്വർഗം ഇല്ല എങ്കിൽ പിന്നെ ആർക്കു വേണ്ടിയിട്ടാണ് ഈ സ്വർഗം ഉണ്ടാക്കുന്നത്? ദൈവരാജ്യം ആർക്കു വേണ്ടിയിട്ടാണ്? ഓർത്തു നോക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവരാജ്യത്തിൽ നമ്മൾ ഇവിടെ ഭൂമിയിൽ നമ്മെ കർത്താവ് ആമേൻ സ്തോത്രം വിലയ്ക്ക് വാങ്ങി ഭൂമിയിൽ വച്ചിരിക്കുന്നത് കൊണ്ടാണ് സ്വർഗരാജ്യം നമുക്ക് വേണ്ടി സ്തോത്രം ഹല്ലേലൂയ സ്ഥാപിതമായി ഇരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിനെ കൈക്കൊള്ളാത്ത ഒറ്റ ഒരുവന് പോലും സ്വർഗരാജ്യത്തിൽ അവകാശമാക്കുവാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ആർക്കാണ് ഈ സ്വർഗരാജ്യം? സ്തോത്രം, 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 സ്തോത്രം. പ്രത്യാശ ഉള്ളവരായിരിക്കണം. നമ്പിക്കை ആമേൻ സ്തോത്രം നമുക്ക് ഉരുവാക வேண்டும். സ്തോത്രം ഹല്ലേലൂയ. എൻ ദേവൻ എന്നെ കൈവിടുகிறവരല്ല. നമ്മെ ശിക്ഷിക്കുന്ന ഒരു ദൈവവുമല്ല പ്രിയമുള്ളവരെ. ആമേൻ. ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ഒരു ദൈവമല്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നമുക്ക് സ്തോത്രം മക്കളുണ്ടെന്നിരിക്കട്ടെ. നമുക്ക് മക്കളുണ്ട്. തെറ്റ് ചെയ്താൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അതുങ്ങൾക്ക് ബോധം വരുത്തും. ചിലപ്പോൾ അടി കൊടുക്കും. ആമേൻ. ബാലശിക്ഷ. ആമേൻ സ്തോത്രം. എന്നാൽ അത് നമ്മുടെ മക്കളാണ്. സന്ധ്യയാവുമ്പോൾ ആ കുഞ്ഞുങ്ങൾ അമ്മയുടെ അടുക്കലേക്ക് കടന്നു വരും. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും. നമ്മൾ പുറത്ത് തള്ളുമോ കുഞ്ഞുങ്ങളെ? ഇല്ല, തള്ളത്തില്ല. ആമേൻ സ്തോത്രം. ദോഷികളായ നിങ്ങൾ നല്ല കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ചെയ്യുന്നുവെങ്കിൽ ആമേൻ സ്തോത്രം സ്വർഗ്ഗസ്ഥനായ പിതാവായ ഞാൻ എന്നോട് വിളിക്കുന്നവർക്ക് ഞാൻ നിങ്ങളെ തള്ളുമോ? ഞാൻ നിങ്ങളെ തള്ളിക്കളയുമോ? ഒരിക്കലും തള്ളിക്കളയത്തില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യാശ ഉള്ളവരായിരിക്കണം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്പിക്കை ഉരുവാകട്ടും ദേവനുடைய പിള്ളകളെ. നമ്പിക്കை ഉള്ള ക്രിസ്തുവിൽ നമ്പിക്കை ഉള്ളവരായി നാം இந்த ഭൂമിയിലെ വാഴ வேண்டும். എന്നെ കൈവിടുകിற ദേവനല്ല. നമ്മൾ പാട്ടുപാടിയല്ലോ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കൈവിടാതെ ഒരു കർത്താവ് നമുക്ക് ഉണ്ട്. സ്തോത്രം. ലോക അവസാനത്തോൾ ഉലകത്തിൻ முடிவு பரியந்தம் எல்லா நாளும் நான் உங்களோடு கூட இருக்கிறவே இருப்பேன் என்று வாக்கு சொன்னவர். அவர் வாக்கு மாறுவதே இல்லை. ഹല്ലേലൂയ, ഹല്ലേലൂയ. തെറ്റുകൾ ചെയ്യും പൊഴുത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ
தேவனுக்கு பிரியமில்லாத காரியங்களை நாம் செய்யும் பொழுது நம்ம உள்ளில் இருந்து ஸ்தோத்திரம் நமக்கு உள்ளில் வாசமாயிருக்கிற பரிசுத்த ஆவியானவர் வேதனைப்பட்டு அழுது துக்கப்பட்டு ஸ்தோத்திரம் கண்ணீர் வடித்து கொண்டிருப்பார். அவர் உன்னை விட்டு விட்டு போகிறவர் அல்ல. ஸ்தோத்திரம் அல்லேலூயா. நித்திய ஜீவனுக்காக அவர் ஸ்தோத்திரம் நம்மை ஒருக்குவதற்காகவே நம்மை பூமியிலே தந்திருக்கிறார். ஆவி என்னும் அச்சாரம் முத்திரையிடப்பட்டிருக்கிறது நம்ம ஒவ்வொருவர் மேலும். நீ தெற்றுகள் செய்யும் பொழுது உள்ளே உட்கார்ந்து கொண்டு கண்ணீர் வடிக்கிறவர் ஒரு பரிசுத்த ஆவியான தேவன் உண்டு, ஒரு இருதயத்துக்குள் இருந்து வேதனைப்படுகிறார் என்பதை குறித்து நாம் அறிந்து கொள்ள வேண்டும். ஹல்லேலூயா, ஹல்லேலூயா. உன்னை கைவிடுகிற தேவன் அல்ல, உன்னை கைவிடுகிற தேவன் அல்ல. ஸ்தோத்திரம் அல்லேலூயா. மரண பரியந்தம் நீ உண்மை உள்ளவனாய் இருக்க வேண்டும் என்று சொல்லி என் தேவன் விரும்புகிறார். ஸ்தோத்திரம் அல்லேலூயா. അവസാനത്തോളം നീ വിശ്വസ്തനായി ഇരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം അല്ല, കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം ഇന്നത്തെ ചിന്തയ്ക്കായി സ്തോത്രം அல்லேலൂயா. സ്തോത്രം കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 1 മുതൽ സ്തോത്രം அல்லேலூயா. ஸ்தோத்திரம் 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. இப்படி இருக்க சகோதரரே, இப்படி இருக்க சகோதரரே, நீங்கள் எவைகளை அறிய வேண்டும் என்று இருக்கிறீர்கள் என்றால், நீங்கள் எவைகளை அறிய வேண்டும் என்று இருக்கிறீர்கள் என்றால், நம்முடைய பிதாக்கள் எல்லாரும் மேகத்துக்கு கீழா இருந்தார்கள், எல்லாரும் சமுத்திரத்தின் வழியாய் நடந்து வந்தார்கள், எல்லாரும் மோசேக்குள்ளாக மேகத்தினாலும் சமுத்திரத்தினாலும் ஞானஸ்நானம் பண்ணப்பட்டார்கள், எல்லாரும் ஒரே ஞான போஜனத்தை புசித்தார்கள், எல்லாரும் ஒரே ஞான பானத்தை குடித்தார்கள், எல்லாரும் ஒரே ஞான பானத்தை குடித்தார்கள். 4ஆம் வாக்கியத்தை சேர்த்துக்கணும். எப்படி எனில் அவர்களோடு கூட சென்ற ஞான கண்மலையின் தண்ணீரை குடித்தார்கள். ஞான கண்மலையின் தண்ணீர், அவரோடு கூட சென்ற ஞான கண்மலையின் தண்ணீரை குடித்தார்கள். அந்த கண்மலை கிறிஸ்துவே. அந்த கண்மலை கிறிஸ்துவ. மலையாளத்தில் 4ஆம் വാക്യം വായിക്കാം. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന്, എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, ഒരേ ആത്മീക പാനം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പാറയിൽ നിന്നല്ലോ, അവരെ അനുഗമിച്ച് ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. മതി. സ്തോത്രം ഹല്ലേലൂയ. അവരെ അനുഗമിച്ചത് എന്താണ്? ஸ்தோத்திரம். அவரை பின்தொடர்ந்து வந்தது என்ன? ஸ்தோத்திரம் ஹல்லேலூயா. தண்ணீர் கொடுக்கிறதான பாறை இஸ்ரவேல் ஜனங்களோடு கூட ஸ்தோத்திரம் கடந்து வந்து கொண்டே இருந்தது. ஸ்தோத்திரம் ஹல்லேலூயா. நமக்கறியாம் தேவ ஜனமே ஸ்தோத்திரம் ஹல்லேலூயா. மிஸ்ரேமில் இருந்து ஸ்தோத்திரம் அவர் புறப்பட்ட போல் ஸ்தோத்திரம் ஹல்லேலூயா ஆட்டின் சோரை தளிர் கொண்டு அவர் மீண்டெடுக்கப்பட்டு ஸ்தோத்திரம் ஹல்லேலூயா பெசகா ஆடு அறுக்கப்பட்டதிന് ശേഷം அவர் പുറത്തേക്ക് കടന്നു വന്നു. പ്രിയമുള്ളവരെ സ്തോത്രം. എന്നാൽ സ്തോത്രം ചെങ്കടൽ കടന്ന് സ്തോത്രം ഇക്കര കടന്നു വന്നപ്പോൾ സീൻ മരുഭൂമിയിലേക്ക് അവർ എത്തി. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം സ്തോത്രം 17-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം ഒന്ന് വായിക്കാം. സ്തോത്രം. മുൻപ് ഇസ്രായേൽ പുത്രരായ സഭയാർ എല്ലാരും കർത്തരുടെ കട്ടളയിൻപടിയെ സീൻ വനാന്തരത്തിലിருந்து പുറപ്പെട്ട് പ്രയാണം പണി രവി തീമിലെ വന്ന് പാളയം ഇറങ്ങി. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രദീഫിമിൽ എത്തി പാളയമിറങ്ങി. മിസ്രൈമിൽ അവർ യാത്ര ചെയ്തു, ചെങ്കടൽ കടന്നു. സ്തോത്രം സീനായ് പർവ്വതത്തിൽ സ്തോത്രം ഹല്ലേലൂയ വനാന്തരത്തിലെത്തി. അതിനുശേഷം സ്തോത്രം ഹല്ലേലൂയ അവിടെ നിന്ന് അവർ പുറപ്പെട്ട് സ്തോത്രം രവിത്തീമിലെത്തി. അവിടെ എത്തിയപ്പോൾ എന്തില്ല വായിക്കാം. വെള്ളമില്ല. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. അവിടെ ഈ വചനം പറയുന്നത് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം കർത്താവ് ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടുവരികയാണ്. സ്തോത്രം. കൽപ്പന പ്രകാരം ദൈവമാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്തുകൊണ്ട്? സ്തോത്രം രവിദ്വീപിൽ എത്തിയപ്പോൾ വെള്ളമില്ലാതെ പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ. 42 പട്ടണത്തിൽ സ്തോത്രം ഹല്ലേലൂയ അവർ സ്തോത്രം പാളയം ഇറങ്ങിയവരാണ്. 42 സ്തോത്രം ഹല്ലേലൂയ ദേശങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ അവർ സ്തോത്രം ഹല്ലേലൂയ പാളയം ഇറങ്ങി പാർത്തവരാണ്. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ ഈ രവിദ്വീപിൽ നിന്ന് സ്തോത്രം ഈ സ്തോത്രം സ്തോത്രം സീൻ പർവ്വതത്തിൽ നിന്നും സ്തോത്രം രവിദ്വീപിലേക്ക് എത്തുന്നതിന് മുമ്പേ 2 പാളയത്തിൽ കൂടി സ്തോത്രം ഹല്ലേലൂയ അവർ പാളയം ഇറങ്ങുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമുക്കറിയാം സ്തോത്രം ഹല്ലേലൂയ. ഈ സംഖ്യാപുസ്തകം എണ്ണാഗമ പുസ്തകം 33-ാം അധ്യായത്തിന്റെ 12-ഉം 13-ഉം വാക്യങ്ങൾ ചേർത്ത് വായിക്കാം.
சீன் வனாந்திரத்திலிருந்து சீன் வராந்திரத்திலிருந்து புறப்பட்டு போய் ആ தெப்காவிலே பாளையம் இறங்கினார்கள். തൊക്കാവിലെ ഒരു സ്തോത്രം ഹല്ലേലൂയ, ഒരു സ്ഥലത്ത് പോയി പാളയം ഇറങ്ങുകയാണ്. തൊക്കാവിൽ പാളയം ഇറങ്ങുകയാണ്. ഈ തൊക്ക എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ 10-20 ലക്ഷം ഇസ്രായേൽ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 10-20 ലക്ഷം ഇസ്രായേൽ ജനങ്ങൾ വന്നു. വചനം ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, 10-20 ലക്ഷം ഇസ്രായേൽ ജനം വന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിൽ അവർക്ക് സ്തോത്രം ഹല്ലേലൂയ മൃഗജീവനുകളുണ്ട്. കാമേ സ്തോത്രം ഹല്ലേലൂയ കന്നുകാലി മൃഗജീവനുകളുണ്ട്. ലക്ഷക്കണക്കിലുണ്ട് സ്തോത്രം ഹല്ലേലൂയ. റെവിത്തീമിൽ എത്തിയപ്പോൾ വെള്ളമില്ല. ഇല്ലാത്തതിന്റെ കാരണം ഇവിടെ സ്തോത്രം ഹല്ലേലൂയ ഈ എന്താ ഇത് തെക്കോവ തെക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ആമേൻ സ്തോത്രം വന്നപ്പോൾ ഇവർക്ക് സ്തോത്രം ഹല്ലേലൂയ വളരെ നന്മകൾ ഈ കന്നുകാലികളിൽ നിന്ന് കിട്ടുവാൻ തക്കവണ്ണം ഇടയായി. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ സ്തോത്രം കന്നുകാലികൾ, ഒട്ടകം, ആമേൻ സ്തോത്രം ആട്, മാട്, എല്ലാത്തിലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആയിരമായി ആമേൻ മൃഗജീവനുകൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവരിൽ നിന്ന് നന്മകൾ, അതുങ്ങളിൽ നിന്നുള്ള പാലും ആമേൻ സ്തോത്രം ആമേൻ ഇറച്ചിയും തോലും എല്ലാം ഒത്തിരി കാര്യങ്ങൾ നന്മകൾ ഇവർ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇപ്പൊ ഇവർ ചിന്തിച്ചു സ്തോത്രം ഹല്ലേലൂയ നമ്മെ വഴി നടത്തി വന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തെ അല്പമായി മറക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. കാരണം എന്താണെന്നറിയാമോ? എന്റെ ഉപജീവന മാർഗം എനിക്ക് ഇപ്പോൾ ആമേൻ സ്തോത്രം നമ്മുടെ അടിയിൽ നമ്മോട് കൂടെ ഉണ്ട്. ഉപജീവനം സ്തോത്രം ഹല്ലേലൂയ ഈ കന്നുകാലി മൃഗജീവങ്ങളിൽ നിന്ന് നമുക്ക് സ്തോത്രം ഹല്ലേലൂയ ജീവിക്കാമെന്നുള്ള ഒരു ധൈര്യം ഇവർക്ക് കടന്നു വന്നു. പ്രിയമുള്ളവരെ, വചനം ശ്രദ്ധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഭൗതികമായി കർത്താവ് നമുക്ക് തരുന്നതായ നന്മകളിൽ നീ തിരിച്ചു വച്ചാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ നടക്കുന്നതായ സംഭവം ഇതിൽ നിന്ന് ആമേൻ സ്തോത്രം മനസ്സിലാക്കുവാൻ കഴിയും. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ഭൗതികമായിട്ട് എത്ര നന്മ നമുക്ക് ലഭിച്ചാലും ആമേൻ സ്തോത്രം നമ്മെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ മിസ്രയീമിൽ നിന്ന് പാപമെന്ന അടിമത്തത്വത്തിൽ നിന്ന് പുറത്തേക്ക് ചെങ്കടൽ കടത്തി. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ചല്ലോ, ആമേൻ ചെങ്കടൽ കടന്ന് ഇക്കരയ്ക്ക് വന്നവർ സ്നാനത്തിന് മുൻകുറിയായി ആമേൻ സ്തോത്രം ഇപ്പുറത്തിലേക്ക് കടന്നു വന്ന് സഭയിലേക്ക് തീർന്നു. എന്നാൽ പ്രിയമുള്ളവരെ സ്തോത്രം ഇവിടെ വന്നിട്ടും എനിക്ക് ജോലിയാണ്, ജോലി ഉണ്ട് സ്തോത്രം ഹല്ലേലൂയ, എനിക്ക് പ്രതാപമുണ്ട്, സകലതുമുണ്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ, എനിക്ക് ജീവിക്കുവാൻ എല്ലാ നന്മകളും ഉണ്ട് എന്ന് ആമേൻ നീ ചിന്തിക്കുന്നു എങ്കിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആത്മീക പാനീയം നിനക്ക് ഒരിക്കലും കിട്ടുകയില്ല. റെവിത്തീമിൽ എന്തുകൊണ്ട് ആമേൻ ഇസ്രായേൽ ജനത്തിന് വെള്ളമില്ലാതിരുന്നു? ഓർത്തു നോക്കുക സ്തോത്രം ഹല്ലേലൂയ. കൽപ്പന പ്രകാരമാണ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ കർത്താവ് നടത്തിക്കൊണ്ടുവരുന്നത് മോശെ മുഖാന്തരം. എന്തുകൊണ്ട് മുൻപോട്ട് പോയപ്പോൾ അവർക്ക് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു? ആമേൻ സ്തോത്രം ഓർത്തു നോക്കണം പ്രിയമുള്ളവരെ. അല്പം വെള്ളം കൊണ്ടൊന്നും പോരാ. എന്നാൽ സ്തോത്രം ഇസ്രായേൽ ജനത്തിന് ആമേൻ കുടിപ്പാനുള്ള വെള്ളം ഉണ്ടെങ്കിലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ വചനം പറയുന്നു സ്തോത്രം. അതിന്റെ 3-ാം വാക്യം ഒന്ന് വായിക്കാം. ആ ആ ഞാൻ നിർത്തി വായിക്കണം. സ്പീഡായിട്ട് വായിച്ചാൽ എനിക്ക് പ്രസംഗിക്കാൻ പറ്റൂല. ജനങ്ങൾ അവിടത്തിലെ തണ്ണീർ തവണമായിരുന്നபடியால் ജനങ്ങൾ അവിടെ അങ്ങേ തണ്ണീർ തവണമായിരുന്നபடியாൽ അവர்கள் மோசேக்கு விரோதமாய் முறுமுறுத்து நீர் எங்களையும் எங்கள் பிள்ளைகளையும் ശ്രദ്ധിക്കണം, നീർ എങ്ങളെയും എങ്ങൾ പിള്ളകളെയും எங்கள் ஆடு மாடுகளை ലക്ഷക്കണക്കിൽ ഇരിക്കുന്ന കന്നുകാലികൾ ആമേൻ സ്തോത്രം ആടുമാടുകളെയും தண்ணீர் தவனத்தினால் കൊണ്ടുപോടവാ ഞങ്ങളെ കൊണ്ടുവന്നീർ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം കൽപ്പന പ്രകാരം ദേവരുടെ കട്ടളയിൻപടി പുറപ്പെട്ടു വന്നതാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. കുറഞ്ഞതിൽ 10-20 ലക്ഷത്തിൽ കൂടുതലാണ് ജനം കൂടി വന്നുകൊണ്ടിരിക്കും പൊழுது ആമേൻ സ്തോത്രം ഹല്ലേലൂയ இவர்கள் கேட்கிறார்கள் ஸ்தோத்திரம் ஹல்லேலூயா. ஆமென் ஸ்தோத்திரம். எங்களுக்கு எங்கள் மிருக ஜீவன்களும் பிள்ளைகளும் எல்லாம் மரிப்பதற்காகவா நீ ஸ்தோத்திரம் ஹல்லேலூயா எங்களை நடத்தி கொண்டு வந்தாய்? ஆமென் ஸ்தோத்திரம். காரணம் என்ன? ஆமென் ஸ்தோத்திரம் ஹல்லேலூயா துக்காயில் அவர் ஸ்தோத்திரம் ஹல்லேலூயா சிந்தித்தார்கள். ആമേൻ സ്തോത്രം ഹല്ലേലൂയ. വളരെ സ്തോത്രം ഹല്ലേലൂയ സൗര്യങ്ങളായി അവർക്ക് തൊക്കായിൽ വന്നപ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ ഈ സ്തോത്രം ഹല്ലേലൂയ സീൻ ആമേൻ വനാന്തരത്തിൽ നിന്ന് റെവിത്തീമിലേക്ക് വരുന്നതിന് മുമ്പ് 2 സ്ഥലത്തേക്ക് അവർ പാളയം ഇറങ്ങി. ആമേൻ സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചോണം പ്രിയമുള്ളവരെ. ആമേൻ സംഖ്യാപുസ്തകം 33-ന്റെ 12-14 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ പിന്നെ വായിക്കുമ്പോൾ മനസ്സിലാകും. ആമേൻ
ആമേ സ്തോത്രം ഹല്ലേലൂയ 2 സ്ഥലത്ത് അവർ പാളയം ഇറങ്ങിയപ്പോൾ അവർ സ്തോത്രം ഹല്ലേലൂയ ഈ ഭൂമിയിൽ ഉള്ളതായ നന്മയിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ അവർ ആശ്രയിച്ചിട്ട് ദൈവത്തെ തന്നെ സ്തോത്രം അവിടെ നിന്ന് നടത്തിക്കൊണ്ടുവന്ന ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാതെ ആമേ സ്തോത്രം നമ്പിക്ക വയ്ക്കാതെ ആമേ സ്തോത്രം ഹല്ലേലൂയ ഇസ്രായേൽ ജനമായപ്പോൾ ആണ് പ്രിയമുള്ളവരെ സ്തോത്രം ഹല്ലേലൂയ ആമേ നിലവിളിക്കുവാൻ തുടങ്ങിയത്. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അടുത്തത് സ്തോത്രം ഹല്ലേലൂയ. അടുത്ത ആമേ സ്ഥലത്തിന്റെ പേര് ആലോയ് ആലൂസ് എന്ന് പറയുന്ന അവൻ അടുത്ത സ്ഥലത്ത് ഇവർ പാളയം ഇറങ്ങി. പ്രിയമുള്ളവരെ സ്തോത്രം ഹല്ലേലൂയ. അപ്പൊ അവിടെ നിന്ന് കടന്നുപോയപ്പോഴാണ് സ്തോത്രം രവി ദ്വീപിലേക്ക് എത്തിയത്. പ്രിയമുള്ളവരെ സ്തോത്രം എന്തുകൊണ്ട് ആമേ സ്തോത്രം ഹല്ലേലൂയ അവർക്ക് വെള്ളം ലഭിച്ചിരുന്നില്ല? ഓർത്തു നോക്കണം സ്തോത്രം. വെള്ളം സ്തോത്രം ഹല്ലേലൂയ നമ്മൾ വായിച്ചല്ലോ ആമേ സ്തോത്രം ഹല്ലേലൂയ. ഇവർ ഈ കുടിച്ച പാറ ആമേ സ്തോത്രം ഈ 42 ആമേ സ്ഥലങ്ങളിൽ ആമേ സ്തോത്രം ഈ ഇസ്രായേൽ ജനം പാളയം ഇറങ്ങി. എന്നാൽ സ്തോത്രം ഈ പാറ ആമേ സ്തോത്രം ഇവരെ അനുഗമിച്ചു കൊണ്ടേയിരുന്നു. ഈ പാറ സ്തോത്രം ഹല്ലേലൂയ ഉരുണ്ട് പാറ എന്ന് പറയുന്നത് ചെറുതല്ല പ്രിയമുള്ളവരെ, ഒരു പർവ്വതമാണ്. വലിയ പർവ്വതം. ഇത് സ്തോത്രം ഹല്ലേലൂയ ഇസ്രായേൽ ജനം ഓരോ സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നത് അനുസരിച്ച് ആമേ സ്തോത്രം ഇത് പിറകിൽ വന്നുകൊണ്ടേയിരുന്നു. കാരണം എന്തെന്നറിയാമോ? ഈ ലക്ഷക്കണക്കിന് ജനത്തിന് വെള്ളം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഉറവയിൽ നിന്ന് ആമേ സ്തോത്രം ഒരു ഊറ്റിൽ നിന്ന് നാം വെള്ളം എടുത്താൽ ആമേ സ്തോത്രം ഇത്ര ലക്ഷം ജനം കുടിക്കുവാൻ ഊറ്റിൽ നിന്ന് വെള്ളം കിട്ടുമോ? നിങ്ങൾ പറഞ്ഞാട്ടെ സ്തോത്രം ഹല്ലേലൂയ. ഒരിക്കലും കിട്ടുകയില്ല സ്തോത്രം ഹല്ലേലൂയ. അല്ല ഊറ്റിലല്ല, അല്ല കിണറ്റിലല്ല, എവിടെ നിന്ന് സ്തോത്രം ഹല്ലേലൂയ വെള്ളം എടുത്താലും 20-30 ലക്ഷം ജനം കുടിക്കുവാൻ ഒരിക്കലും സ്തോത്രം ഹല്ലേലൂയ വെള്ളം കിട്ടുകയില്ല, സാധ്യമല്ല. എന്നാൽ ഓർത്തു നോക്കണം പ്രിയമുള്ളവരെ സ്തോത്രം, കൂടെ വന്നുകൊണ്ടിരിക്കുന്ന ആമേ സ്തോത്രം ഹല്ലേലൂയ വെള്ളം കൊടുക്കുന്ന ഒരു പാറ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവർ ഇവിടെ വന്നപ്പോൾ ഓർത്തു നോക്കുക സ്തോത്രം, വെള്ളം ഇല്ലാതെ പോയി. വെള്ളം ഇല്ലാത്തതിന്റെ കാരണം താൻ സ്തോത്രം നടത്തി വന്ന നമ്മെ ഉയർത്തിയ ആമേ സ്തോത്രം താഴ്ചയിൽ നിന്ന് നമ്മെ ഉയർത്തിയ ദൈവത്തെ ഓർക്കാതെ, ദൈവത്തെ സ്തോത്രം ദൈവത്തിൽ ആശ്രയിക്കാതെ, തനിക്ക് ലഭിച്ച ജോലിയിൽ, തനിക്ക് ലഭിച്ച ഭൗതിക നന്മയിൽ സ്തോത്രം ഹല്ലേലൂയ ആശ്രയിച്ചപ്പോൾ ദൈവം അല്പം എന്ത് ചെയ്തു? ആമേ സ്തോത്രം ഹല്ലേലൂയ ദൈവം അല്പം കണ്ണടയ്ക്കുവാൻ ഇടയായി തീർന്നു. അപ്പോഴാണ് പ്രിയമുള്ളവരെ ഈ ഇസ്രായേൽ ജനം പിറുപിറുക്കുന്നത്. ആമേ സ്തോത്രം ഹല്ലേലൂയ ഞങ്ങൾ ചാകേണ്ടതിന് വേണ്ടി നീ മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ എന്തുകൊണ്ട് കൊണ്ടുവന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ സ്തോത്രം ഹല്ലേലൂയ. കർത്താവ് കൂടെ ഉണ്ട്, കർത്താവ് കൂടെ വരികയാണ് പ്രിയമുള്ളവരെ. എന്നാൽ ഓർത്ത് നോക്കണം സ്തോത്രം ഹല്ലേലൂയ. അതിന്റെ പുറപ്പാട് പുസ്തകത്തിന്റെ 17:5 വായിക്കാം. அப்பொழுது கர்த்தர் மோசேயை நோக்கி நீ இஸ்ரவேல் மூப்பரில் சிலரை உன்னோடு ദൈവം ഉത്തരം കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ സ്തോത്രം. വെള്ളമില്ലല്ലോ ആമേ സ്തോത്രം. ഇവരുടെ പുറപുറപ്പുകളൊക്കെ കണ്ടതിന് ശേഷം ആമേ സ്തോത്രം ഹല്ലേലൂയ അല്പം മൗനം പാലിച്ചെങ്കിലും കരുണയുള്ള കർത്താവ് പറയാണ് സ്തോത്രം ഹല്ലേലൂയ മോശേ ആമേ സ്തോത്രം ഇസ്രായേൽ ജനത്തിന്റെ മൂപ്പന്മാരിൽ ചിലരെ മാത്രം നീ വിളിച്ചു കൊണ്ടുവരിക. ഉന്നോടെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിത്ത ഉൻ കോലൈ. ശ്രദ്ധിക്കണം. നീ അവൻ മിസ്രയീമിൽ നൈൽ നദിയെ നീ അടിച്ചല്ലോ, ഒരു കോല്. ആമേ സ്തോത്രം ഹല്ലേലൂയ. കർത്താവ് പറയണമെങ്കിൽ പറയാമായിരുന്നു, നിന്റെ കയ്യിലിരിക്കുന്ന വടിയുമായിട്ട് നീ വന്നാൽ മതി എന്ന്. സ്തോത്രം ഹല്ലേലൂയ ഇവിടെ എടുത്തു പറയാണ് സ്തോത്രം. നീ സ്തോത്രം ഹല്ലേലൂയ അവിടെ മലയാളത്തിൽ വായിച്ചത് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്തുകൊണ്ട് ജലത്തിന് മതി സ്തോത്രം, ജലത്തിന്റെ മുമ്പാകെ കടന്നു പോകുക. അവൻ എന്തുകൊണ്ട് കർത്താവ് അവൻ നദിയടിച്ച കോലുമായിട്ട് ഈ വടിയുമായിട്ട് നീ വരിക, കുറച്ച് മൂപ്പന്മാരുമായിട്ട് വരിക എന്ന് എന്തുകൊണ്ട് കർത്താവ് പറഞ്ഞു? സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ സ്തോത്രം ഹല്ലേലൂയ നമ്മൾ സ്തോത്രം ഹല്ലേലൂയ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് സ്തോത്രം. ദൈവ പ്രവൃത്തിയെ കർത്താവ് വെളിപ്പെടുത്താൻ പോകുകയാണ്. ആമേ സ്തോത്രം ഹല്ലേലൂയ. ഈ ഇസ്രായേൽ ജനത്തിന്റെ ഹൃദയത്തിൽ അവിടെ മിസ്രയീമിൽ നദിയടിച്ച് നദിയെ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം അവിടെ അടിച്ച വടി ഉണ്ടല്ലോ, ആ വടിയെ കണ്ടിട്ട് ഈ ഇസ്രായേൽ ജനം മോശയുടെ കയ്യിലിരിക്കുന്ന വടി എത്ര ഭയങ്കരം. സ്തോത്രം അവൻ അവിടെ അടിച്ചപ്പോൾ അത് രക്തമായി. ആമേ സ്തോത്രം ഹല്ലേലൂയ ഇവിടെ നീട്ടിയപ്പോൾ ആമേ സ്തോത്രം ഹല്ലേലൂയ പുഴുതി ആമേ സ്തോത്രം പൊങ്ങി വന്ന് അവിടെ ആക്കി നീട്ടിയപ്പോൾ പേന് ആമേ സ്തോത്രം ഹല്ലേലൂയ പൊങ്ങി വന്ന് മേപ്പോട്ടാക്കിയപ്പോൾ അവിടെ സ്തോത്രം ഹല്ലേലൂയ ഇങ്ങനെ ഓരോന്നിനെയും ഇവർ കണ്ടിട്ട് ആമേ സ്തോത്രം ഹല്ലേലൂയ ഇതിനെ ഒരു ന്യായവിധി കോലായിട്ട് അവർ മനസ്സിലാക്കി.
ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ശിക്ഷിക്കുന്ന ഒരു കോലായിട്ടാണ് ആമേൻ സ്തോത്രം മോശയുടെ കയ്യിലിരിക്കുന്ന ഒരു വടി ഉണ്ടല്ലോ, ആ വടി ആമേൻ സ്തോത്രം ഹല്ലേലൂയ ജനത്തെ ശിക്ഷിക്കുന്ന വടിയാണെന്ന് അവർ മനസ്സിലാക്കിയിട്ട് ദൈവത്തോട് അടുക്കാതെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിൽ പ്രത്യാശയില്ലാതെ ആമേൻ സ്തോത്രം ദൈവത്തെ ഒരു ക്രൂരനായി ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവർ കണ്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സ്നേഹവാനായ ദൈവമാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. എല്ലാ ഇടത്തും നമ്മുടെ യേശു കർത്താവ് ചുറ്റി തിരിഞ്ഞ് ആമേൻ സ്തോത്രം നന്മകൾ ചെയ്യുന്നവനായി അവൻ ചുറ്റി നടന്നു. എന്നാൽ പ്രിയമുള്ളവരെ സ്തോത്രം ആ സ്നേഹമുള്ള കർത്താവിന്റെ സ്നേഹം അറിയാതെ ഇസ്രായേൽ ജനം മുമ്പോട്ട് പോയപ്പോഴാണ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ വേദന തോന്നിയിട്ട് മോശയോട് പറയാണ് ദൈവം ആമേൻ സ്തോത്രം ഹല്ലേലൂയ മോശേ ഈ ജനത്തോട് പറ അവൻ സകലത്തിനും ഞാൻ മതിയായ ദൈവമാണെന്ന് അവരോട് പറ. സകലത്തിനും മതിയായ ദൈവമാണെന്ന് നീ ഈ ജനത്തോട് പറ. ഇസ്രായേൽ ജനത്തോട് പറ. എന്നെ കൊണ്ട് സകലവും ചെയ്യുവാൻ കഴിയും, അവരെ പോഷിപ്പിക്കുവാൻ കഴിയും, അവരെ കുടിപ്പിക്കുവാൻ കഴിയും, അവരെ സകലവും ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് മോശേ നീ ഇസ്രായേൽ ജനത്തോട് പറക എന്ന് സ്തോത്രം ഹല്ലേലൂയ ദൈവം മോശയോട് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മെ സ്നേഹിച്ച് പിതാവ് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകി തന്ന ദൈവമാണ് ദൈവസ്നേഹം. നമുക്ക് വേണ്ടി സ്തോത്രം തന്റെ ഏകജാതനായ പുത്രനെ താൻ ഒരേ പേരാന കുമാരനെ നമുക്കാകെ സ്തോത്രം ഹല്ലേലൂയ നൽകി തന്ന പിതാവായ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുത്. ഇന്നും നിങ്ങൾ ഒന്നും വിചാരിക്കരുത് സ്തോത്രം ഹല്ലേലൂയ. പലരും സ്തോത്രം മീഡിയയിൽ കൂടി കേൾക്കുന്നുണ്ട് അമ്മേ സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ പ്രിയമുള്ളവരെ സ്തോത്രം ദൈവത്തിന്റെ സ്നേഹത്തിന് പകരം ദൈവം ക്രൂരനാണെന്നും ആമേൻ സ്തോത്രം ദൈവം ശിക്ഷിക്കുമെന്നും ഒക്കെ സ്തോത്രം ഹല്ലേലൂയ ഈ ആശ്രയമില്ലാതെ വേദനയോട് കണ്ണീരോട് ആമേൻ പ്രയാസത്തോട് ഇവിടെ കടന്നു വരുന്ന ദൈവമക്കളുടെ മുമ്പിൽ ആമേൻ സ്തോത്രം നീ വിളിച്ചു പറഞ്ഞാൽ ആമേൻ സ്തോത്രം ഇവർക്ക് പിന്നെ ആരാണ് ആശ്വാസം നൽകുന്നത്? ആമേൻ സ്തോത്രം ഈ വന്നിരിക്കുന്ന ജനത്തിനു വേണ്ടി ആമേൻ സ്തോത്രം ഏതിൽ നിന്നാണ് നീ ആശ്വാസം കൊടുക്കും? കർത്താവ് പറയാണ് സ്തോത്രം ലോകം തരാത്ത സമാധാനമാ മക്കളെ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോകം ഒരിക്കലും തരത്തില്ല. ആമേൻ സ്തോത്രം ലോകം സമാധാനം കൊടുക്കുന്നില്ല എങ്കിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പ്രസംഗിക്കുന്ന ആമേൻ സ്തോത്രം ഞാൻ പോലും ആമേൻ ദൈവിക സ്നേഹത്തെ നിങ്ങൾക്ക് പകരുന്നില്ല എങ്കിൽ എന്ത് ഗുണം അതുകൊണ്ട്? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നമ്മെ സ്നേഹിച്ചല്ലോ ഏകജാതനെ വലിച്ചെറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ നമ്മെ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഒരിക്കലും ആമേൻ യേശുവിനെ കൈക്കൊണ്ട ആമേൻ സ്തോത്രം ദൈവ പൈതലെ നിങ്ങളെ വിട്ടിട്ട് പോകുന്ന ഒരു ദൈവമല്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നമ്മളെ കൈവിട്ടിട്ട് പോകണമെങ്കിൽ സ്വർഗരാജ്യം സ്തോത്രം ഹല്ലേലൂയ പലരും ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. സ്വർഗം കാലിയായിട്ട് കിടന്നാലും കൊണ്ടുപോകത്തില്ല എന്ന്. കരുണയുള്ള ദൈവമാണ് നമ്മുടെ കർത്താവ്. കരുണമുള്ള ദൈവമാണ് നമ്മുടെ കർത്താവ്. മരണപര്യന്തം സ്തോത്രം ഹല്ലേലൂയ അന്ത്യത്തോളം ഹല്ലേലൂയ സുബോധമുണ്ടെങ്കിൽ അവൻ നിന്റെ പാപപ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അവൻ ദൈവമേ എന്ന് നീ അവൻ സ്തോത്രം നിലവിളിച്ചാൽ യേശു പറയും പിതാവേ ഇവന് വേണ്ടി ഞാൻ രക്തം ചൊരിഞ്ഞതാണ്. അവേ സ്തോത്രം ഹല്ലേലൂയ അപവാദി കുറ്റം പറയുമ്പോഴൊക്കെയും യേശു പറയും അവേ സ്തോത്രം എന്റെ രക്തം ഇവനെ വേണ്ടി വിലക്കിരയമാണ്. ഒരിക്കലും സ്തോത്രം ഹല്ലേലൂയ ഇവനെ നഷ്ടപ്പെടുവാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. പ്രത്യാശ നമ്മൾ ക്രിസ്തുവിൽ ഒരു നമ്പിക്ക വളരട്ടെ. പ്രത്യാശ ഉള്ളവരായി ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കണം. ഒന്നും ലഭിച്ചില്ല എങ്കിലും പ്രിയമുള്ളവരെ എനിക്കൊരു പുത്രനെ വിശ്വസിക്കുന്നവന് ജീവനുണ്ട്. പുത്രനെ കൈക്കൊണ്ടിരിക്കുന്ന നമുക്ക് കർത്താവ് നിത്യ ജീവനെ തന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ പ്രത്യാശയോട് ജീവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരണം. അതുകൊണ്ട് കർത്താവ് സ്തോത്രം ഹല്ലേലൂയ ഈ പരിശുദ്ധാത്മാവ് തെസ്സലോനിക്ക സഭയ്ക്കും അവൻ യൂദയുടെ ലേഖനത്തിൽ കൊരിന്ത്യ സഭയ്ക്കൊക്കെ എഴുതുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ അവൻ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അവൻ സ്തോത്രം ഹല്ലേലൂയ അശേഷ
ശേഷം നിങ്ങൾ ആമേ സ്തോത്രം നിങ്ങളുടെ ദേഹം ദേഹി ആത്മാവ് ശുദ്ധീകരണമുള്ളായി തീരേണ്ടതിന് പരിശുദ്ധാത്മാവ് ആമേ നിങ്ങളെ ഒരുക്കും. നീ ഒരുങ്ങുവാൻ നീ ഒരുങ്ങിയാൽ ഒരിക്കലും സാധ്യമല്ല. മനുഷ്യൻ ഒരിക്കലും ഒരുങ്ങി സ്വർഗത്തിൽ പോകുവാൻ സാധ്യമല്ല. എന്നാൽ സ്തോത്രം നമ്മെ ഒരുക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് ആമേ സ്തോത്രം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നമ്മെ അവൻ ശുദ്ധീകരിച്ച് ദിനം പ്രതി ആമേ സ്തോത്രം ഹല്ലേലൂയ നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ നടത്തുവാൻ തക്കവണ്ണം ശക്തനായ ഒരു പരിശുദ്ധാത്മാവാണ് നമ്മോട് കൂടെ ഉള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രത്യാശ വർദ്ധിക്കട്ടെ. ക്രിസ്തുവിൽ ഉള്ളതായ പ്രത്യാശ, പരിശുദ്ധാത്മാവിലുള്ള പ്രത്യാശ നമുക്ക് വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ വന്നപ്പോഴാണ് സ്തോത്രം ഹല്ലേലൂയ കർത്താവ് പറയാണ് ആമേ സ്തോത്രം, ഈ സ്തോത്രം ന്യായവിധി എന്ന് പറയുന്ന ആമേ സ്തോത്രം ഹല്ലേലൂയ വടിയുണ്ടല്ലോ ഇസ്രായേൽ ജനത്തിന്റെ ഹൃദയത്തിൽ. ആമേ സ്തോത്രം, ഈ വടി ന്യായവിധിയുടെ വടിയാണെന്നുള്ള ചിന്ത ആമേ സ്തോത്രം ഹല്ലേലൂയ അവർക്ക് മാറ്റി കളഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തോത്രം മാറ്റി കളഞ്ഞതിന് ശേഷം ആമേ സ്തോത്രം ഞാൻ ചെയ്യുവാനിരിക്കുന്ന ഒരു അത്ഭുത പ്രവൃത്തി ആമേ സ്തോത്രം ഹല്ലേലൂയ കാണുവാൻ സ്തോത്രം ഹല്ലേലൂയ ഈ ജനത്തിന് ആമേ സ്തോത്രം ഹല്ലേലൂയ കാണുവാൻ സ്തോത്രം ഹല്ലേലൂയ കാണട്ടെ. ആമേ സ്തോത്രം കർത്താവ് മോശയോട് പറഞ്ഞു. സ്തോത്രം ആ വചനം ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. கர்த்தர் மோசேயை நோக்கி, நீ இஸ்ரவேல் மூப்பரில் சிலரை உன்னோடே கூட்டிக் கொண்டு நீ நதியை அடித்த உன் கோலை உன் கையிலே பிடித்துக் கொண்டு அவர்களுக்கு ஜனங்களுக்கு முன்னே நடந்து போ. அங்கே ஓரேபிலே நான் உனக்கு முன்பாக கன்மலையின் மேல் நிற்பேன். നീ அந்த കന്മലയെ അടി. യഹോവ മോശയോട് ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിന്റെ മുൻപാകെ കടന്നു പോകാം. ഞാൻ ഹോരേബിൽ നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കും. നീ പാറയെ അടിക്കണം. അടയ്ക്കുമ്പോൾ ഉടനെ ജനത്തിന് പിളർക്കും. സ്തോത്രം ഹല്ലേലൂയ. ബി വടിവിൽ ആമേ പാറ രണ്ടായി പിളർക്കും. അപ്പോൾ ഉടനെ ജനത്തിന് കുടിപ്പാൻ ലക്ഷക്കണക്കിൽ വരുന്ന ജനത്തിന് കുടിക്കുവാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടുമെന്ന് കൽപ്പിച്ചു. ഈ വടി ഉണ്ടല്ലോ, അന്ന് ന്യായവിധി എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ജനമേ, ആമേ സ്തോത്രം ഹല്ലേലൂയ, ഇത് സ്നേഹത്തിന്റെ വടിയാണ്, അവൻ കരുണയുടെ വടിയാണ്, നിന്റെ ദാഹം തീർക്കുന്ന വടിയാണ് എന്നുള്ളത് ഈ ഇസ്രായേൽ ജനം അറിയുവാൻ അവൻ മോശേ നീ ആ പർവ്വതത്തെ ആമേ സ്തോത്രം അടിക്കുക, അത് രണ്ടായി പിളർക്കും. അപ്പോൾ ഈ ലക്ഷക്കണക്കിൽ വരുന്ന അവൻ ജനം കുടിക്കുവാനും അവരുടെ മൃഗജീവൻ കന്നുകാലികൾ കുടിക്കുവാനൊക്കെയും ലക്ഷക്കണക്കിൽ ഉള്ളതായ കന്നുകാലികൾ കുടിക്കുവാനൊക്കെയും ആമേ സ്തോത്രം ഹല്ലേലൂയ ഈ പർവ്വതത്തിൽ നിന്ന് വെള്ളം ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് ആ സ്തോത്രം കർത്താവ് പറഞ്ഞത്, മോശേ ഈ ജനത്തോട് നീ പറയണം ഞാൻ ആരാണെന്ന്. ആമേ സ്തോത്രം സകലത്തിനും ആമേ സ്തോത്രം ഇവരെ നടത്തുവാൻ ആമേ സ്തോത്രം ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഓർത്തു നോക്കുക സ്തോത്രം ഹല്ലേലൂയ, ലക്ഷക്കണക്കിൽ മൃഗങ്ങൾ കൂടെ ഉണ്ട്. സ്തോത്രം എന്തുകൊണ്ടെന്ന് അറിയാമോ? ഇവര് പാളയത്തിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ ഓരോ ഭവനത്തിന്റെ മുമ്പിലും സ്തോത്രം ഇവര് എന്ത് ചെയ്യും? ഈ മൃഗങ്ങളെ അറുക്കുമ്പോൾ ആമേ ഓർത്തു നോക്കണം സ്തോത്രം 10, 20, 30 ലക്ഷം ജനം തിന്നുവാൻ എത്രമാത്രം മൃഗം അറുക്കണം. ഓർത്തു നോക്കുക സ്തോത്രം ഹല്ലേലൂയ. പാളയത്തെല്ലാം ചോരയാണ്, രക്തം, ചോര കൊണ്ട് നിറയുമ്പോൾ മോശെ സ്തോത്രം ദൈവം പറഞ്ഞു മോശയോട്, മോശെ ഈ ജനത്തോട് പറ, ഇവർക്ക് ഇറച്ചി കഴിക്കണമെങ്കിൽ ഇവർക്ക് സ്തോത്രം ഹല്ലേലൂയ സമാഗമന കൂടാരത്തിൽ ആശ്ചര്യപ്പ് കൂടാരത്തിന്റെ മുമ്പിൽ വന്നിട്ട് മൃഗത്തെ കൊന്നു ആമേ സ്തോത്രം ഹല്ലേലൂയ അതിന്റെ 2 ചന്ത് ആമേ സ്തോത്രം പുരോഹിതന്മാർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളതിനെ വീട്ടിൽ കൊണ്ടുപോയി ആമേ സ്തോത്രം ഹല്ലേലൂയ അവർ സ്തോത്രം വീട്ടിൽ പോയി ആമേ സ്തോത്രം വേവിച്ച് പാചകം ചെയ്ത് കഴിക്കട്ടെ. ഈ പാളയത്തിൽ ഇതുപോലെ രക്തങ്ങൾ ചൊരിയുവാൻ സ്തോത്രം ഹല്ലേലൂയ ഇത് സ്തോത്രം ശരിയാകത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേൽ ജനത്തിന് സ്തോത്രം ഹല്ലേലൂയ മടുപ്പുണ്ടായി, ഹൃദയത്തിൽ നിന്നുണ്ടായി. ആമേ സ്തോത്രം ഹല്ലേലൂയ അനുസരിക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് കൂടുതലായിട്ട് സ്തോത്രം ദൈവത്തോട് വെറുപ്പ് തോന്നിയത്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം ഹല്ലേലൂയ. ആമേ സ്തോത്രം ഹല്ലേലൂയ. ഓർത്തോ, നമ്മൾ തന്നെ നമുക്ക് ചിന്തിക്കാമല്ലോ, ലക്ഷക്കണക്കിൽ ജനം ഇപ്പൊ തന്നെ ഈ സെബേസി ഏരിയയിലിരിക്കുന്ന ജനം ഇവിടെ കൊണ്ട് ആടുകൾ അറുത്താൽ എത്രമാത്രം ചോരക്കളമായിരിക്കും. 1-2 ജനമല്ല, 20-30 ലക്ഷം ജനമാ കടന്നു വരുന്നത്. എന്നാൽ ഇവർക്ക് എത്ര ആയിരം ആടർക്കണം ആമേ സ്തോത്രം ഇവർക്ക് ഭക്ഷിക്കുവാൻ. എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും ആമേ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തോട് പിറുപിറുക്കുക, ഞങ്ങൾക്ക് ഇറച്ചി നീ തന്നില്ലല്ലോ, കയ്യിൽ സാധനം ഇരിപ്പുണ്ട്,
അമ്മ സ്തോത്രം മലയില് എന്നിട്ട് പുറപുറുക്കാണ്, നീ ഇറച്ചി തന്നില്ലല്ലോ. ഇതെല്ലാം ദൈവം കണ്ടിട്ട് ആമേ സ്തോത്രം മലയില് ദൈവം സ്തോത്രം മലയിലിയ അങ്ങനെയാണെങ്കിൽ സ്തോത്രം ഞാൻ ഇവർക്ക് ആമേ സ്തോത്രം മലയിൽ ഇറച്ചി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് കാടകളെ കർത്താവ് ഇറക്കി കൊടുത്തത്. ഞാൻ അതിനെല്ലാം വിവരിക്കുന്നില്ല പ്രിയമുള്ളവരെ. സ്തോത്രം മലയിലിയ ഈ സ്തോത്രം ഞാൻ ഇനി ചുരുക്കുവാൻ താല്പര്യപ്പെടുന്നു. ആമേ സ്തോത്രം മലയില ഈ പാറ ആമേ സ്തോത്രം മലയിലിയ ഞാൻ പറയട്ടെ സ്തോത്രം മലയിലിയ ഈ ഒരിക്കലും സ്തോത്രം മലയില ഈ സ്തോത്രം മലയിലിയ ഈ എന്തോ യെശയ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ அவர்கள் இருவரும் ஏகமாய் கூடி மேற்கே இருக்கிற பெலிஸ்தருடைய எல்லைகளின் மேல் பாய்ந்து கீழ் திசையாரை கொள்ளை. ஏசாயா 48:21 വാസിங்க. ஏசாயா 48:21. ஏசாயாவிന്റെ പുസ്തകം 48:21. அவர் அவர்களை வனாந்திரங்களில் நடத்தும் போது ശ്രദ്ധിക്കണം സ്തോത്രം. ഇസ്രായേൽ ജനത്തെ സ്തോത്രം 42 വനാന്തരത്തിൽ കൂടി അവർ പാളയം ഇറങ്ങി വരികയാണ്. വരുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ യെശയ്യാവ് പരിശുദ്ധാത്മാവ് യെശയ്യാവിനെ കൊണ്ട് വിളിച്ചു പറയാണ്, ഞാൻ അവരെ വനാന്തരത്തിൽ കൂടി നടത്തുമ്പോൾ അവർക്ക് ദാഹവിടായിരുന്നതില്ല. അവർ ഒരിക്കലും അവർക്ക് ദാഹം ഉണ്ടാകുവാൻ ഞാൻ അനുവദിച്ചിരുന്നില്ല. ദാഹവീടായി സ്തോത്രം ഹല്ലേലൂയ ഞാൻ ഇവരെ വിട്ടതുമില്ല. എന്തുകൊണ്ട് രവിതീമിൽ വെള്ളമില്ലാതെ പോയി എന്നുള്ളത് സ്തോത്രം ഹല്ലേലൂയ അല്പം നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ. ആമേ സ്തോത്രം. ദൈവജനം ചിന്തിക്കണം സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തെ വിട്ടിട്ട് ദൈവത്തിൽ നിന്ന് അകന്നിട്ട് ആമേ സ്തോത്രം ഹല്ലേലൂയ ഭൗതികമായും സകല സ്തോത്രം ലോകപരമായ ചിന്തയിലേക്ക് നമ്മുടെ മനസ്സ് പോകുമ്പോൾ ആമേ സ്തോത്രം ഹല്ലേലൂയ നാവ് വരളുന്ന ഒരു ആമേ സ്തോത്രം അവസരം നമ്മുടെ മുമ്പിൽ കടന്നു വരും. പരിശുദ്ധാത്മാവ് എന്ന നദി നമ്മളിൽ ഇല്ലാതെ മാറി നിൽക്കും. അപ്പോഴാണ് സ്തോത്രം ഹല്ലേലൂയ കരം ഉയർത്തി നമ്മൾ നിലവിളിക്കുന്നത്, അയ്യോ ഞാൻ എന്ത് ചെയ്യും, അയ്യോ ഞാൻ എന്ത് ചെയ്യും. വചനം പറയുന്നു സ്തോത്രം ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിന് ഒരിക്കലും ഞാൻ വീടായുന്നവനായി വിട്ടിട്ടില്ല. അത് മലയാളത്തിൽ ഒന്ന് വായിച്ചത്. അവൻ അവരെ ശൂന്യ പ്രദേശങ്ങളിൽ കൂടി നടത്തിയപ്പോൾ ഞാൻ അവരെ ശൂന്യ പ്രദേശങ്ങളിൽ കൂടി നടത്തിയപ്പോൾ അവർക്ക് ദാഹിച്ചില്ല. അവൻ അവർക്ക് വേണ്ടി പാറയിൽ നിന്ന് വെള്ളം ഒഴുക്കുമാറാക്കി. അവൻ പാറ പിളർന്നപ്പോൾ വെള്ളം ചാടി ശ്രദ്ധിക്കുക സ്തോത്രം ഹല്ലേലൂയ. ഇത് സ്തോത്രം പരിശുദ്ധാത്മാവ് ആമേ സ്തോത്രം യെശയ്യാവിനെ കൊണ്ട് ആമേ ലോകത്തിന് വിളിച്ചു പറയുക, നമ്മളോട് വിളിച്ചു പറയുക. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അത്ര കരുണയുള്ള നമ്മെ സകലത്തിനും നിവൃത്തീകരിക്കുവാൻ, സകലത്തിനും പരിഹാരം വരുത്തുവാൻ അവൻ സന്നദ്ധനായ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ അവൻ ഓർത്തുകൊള്ളുക, യേശുവിൽ നീ യേശു എനിക്ക് മതി, യേശു എന്റെ കാര്യത്തിന്, യേശു എന്റെ വിഷയത്തിന് കർത്താവ് തീർച്ചയായിട്ടും ഒരു മറുപടി തരും. അതിന് സ്തോത്രം ഹല്ലേലൂയ ഒരു നിവൃത്തീകരണം ഉണ്ടാകും എന്നുള്ള ചിന്ത നമ്മളിൽ ഭരിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഈ പാറയെ കുറിച്ച് ഒരു ചില കാര്യങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ആമേൻ സ്തോത്രം. സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ കൂടി വായിക്കാം വേഗത്തിൽ. இஸ்ரவேல் புத்திரரின் சபையார் எல்லாரும் முதலாம் மாதத்தில் சீன் வனாந்திரத்திலே சேர்ந்து ஜனங்கள் காதேசிலே தங்கி இருக்கையில் மிரியாம் മരണമടൈந்து. ശ്രദ്ധിക്കണം. കാദേശിൽ വന്നപ്പോൾ മീരിയാം എന്തായി തീർന്നു? മരണമടൈந்து. മീരിയാൾ മരിച്ചുപോയി. വെള്ളം സ്തോത്രം ഹല്ലേലൂയ ഈ തിക്കൽ പാറയിൽ നിന്ന് വെള്ളം സ്തോത്രം ഇസ്രായേൽ ജനത്തിന് സ്തോത്രം കണ്ടിന്യൂ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഈ പാറ സ്തോത്രം ഹല്ലേലൂയ അല്പമായി ഇസ്രായേൽ ജനത്തിന്റെ പിറകിൽ സ്തോത്രം ഇതും യാത്ര ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ചല്ലോ 10-ാം അധ്യായത്തിൽ സ്തോത്രം അവരെ അനുഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പാറ. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ മീരിയാം മരിച്ചപ്പോൾ വായിക്കാം. அங்கே அடக்கம் பண்ணப்பட்டாள். ஜனங்களுக்கு தண்ணீர் இல்லாதிருந்தது. அப்பொழுது அவர்கள் மோசேக்கும் ஆரோனுக்கு விரோதமாய் கூட்டம் கூடினார்கள். ശ്രദ്ധിക്കണം. സ്തോത്രം ഹല്ലേലൂയ. മീരിയാം മരിച്ചുപോയി. മീരിയാം മരിച്ചതോടുകൂടി പാറ വെള്ളം കൊടുക്കുന്നത് ബ്രേക്ക് ചെയ്തു. വെള്ളം കൊടുത്തില്ല. വെള്ളം കൊടുക്കാതെ വന്നപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ? സ്തോത്രം ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? വെള്ളം കൊടുക്കാതെ വന്നപ്പോൾ മോശയ്ക്ക് അങ്ങോട്ട് ദേഷ്യമായി. ഇന്നുവരെയും വെള്ളം കൊടുത്ത ഈ പാറ ഇവള് മരിച്ചപ്പോ വെള്ളം കൊടുത്തില്ല. ഭയങ്കര സങ്കടമായി.
മോശയ്ക്ക് കോപം അങ്ങോട്ട് വന്നു. കോപം വന്നപ്പോൾ ശ്രദ്ധിക്കണം, സ്തോത്രം ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, മോശെ ശാന്തമാടുക, സമാധാനപ്പെട്, ഞാൻ ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് എനിക്ക് പഠിപ്പിക്കാനുണ്ട്. ആമേൻ, സ്തോത്രം ഹല്ലേലൂയ. ഈ വെള്ളം, ആമേൻ, സ്തോത്രം ഹല്ലേലൂയ, മീരിയാം ആമേൻ മരിച്ചതോടുകൂടി വെള്ളം നിന്നല്ലോ. നീ അടിച്ചിട്ടാണല്ലോ, ആമേൻ, സ്തോത്രം ഹല്ലേലൂയ, ഈ സ്തോത്രം ഹല്ലേലൂയ പാറ പുളർന്ന് നീ വെള്ളം ഈ സ്തോത്രം ഇതുവരെയും ലഭിച്ചു കൊണ്ടിരുന്നത്. ഇനി ഞാൻ വേറെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ആത്മീകമായും ഭൗതികമായും നന്മകൾ പ്രാപിക്കുന്നത് എങ്ങനെയെന്ന് ആമേൻ ഞാൻ നിങ്ങളോട് പറയേണ്ടതിന്, ആമേൻ, സ്തോത്രം ഹല്ലേലൂയ, അല്പം നീ, ആമേൻ, സ്തോത്രം, കോപപ്പെടാതെ, ആമേൻ, സ്തോത്രം ഹല്ലേലൂയ, ക്ഷമിക്ക്, എന്റെ വാക്കുകളെ നീ കേൾക്ക്. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തോത്രം ഹല്ലേലൂയ. പുറപ്പാട്, ആമേൻ, സ്തോത്രം ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 11:14 വായിക്കാം. വേഗത്തിൽ വായിക്കണം. യെശയ്യാവ് 11:14. அவர்கள் இருவரும் ஏகமாய் கூடி மேற்கே இருக்கிற பெலிஸ்தருடைய எல்லைகளில் பாய்ந்து கீழ்த்திசையாரை கொள்ளையிட்டு ஏதோமின் மேலும் மோவாபின் மேலும் கை போடுவார்கள். அம்மோன் புத்திரர் அவர்களுக்கு கீழ்ப்படிவார்கள். യെശയ്യാവ് 11:14. ഒരു മിനിറ്റ്. ഈ വടി, ഞാൻ സ്തോത്രം, ദൈവവചനത്തെ കാണിക്കുകയാണ്. സ്തോത്രം, മോശയുടെ കരത്തിലിരിക്കുന്ന വടി ദൈവവചനത്തെ കാണിക്കുന്നു. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ, ശ്രദ്ധിക്കണം, ആമേൻ, സ്തോത്രം, ഈ ന്യായവിധിയുടെ വടി, ആമേൻ, സ്തോത്രം ഹല്ലേലൂയ, ഇവർ കണ്ടപ്പോൾ ഇപ്പോൾ മനസ്സിലായി, ആമേൻ, അനുഗ്രഹത്തിന്റെ വടിയാണെന്ന്. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ, ഈ അനുഗ്രഹത്തിന്റെ വടി ഇപ്പോൾ സ്തോത്രം വടി ഈ സ്തോത്രം ഹല്ലേലൂയ വചനവുമായി അതിനെ താരതമ്യപ്പെടുത്തി കർത്താവ് പറയാണ്, ആമേൻ, സ്തോത്രം, മീരിയാം മരിച്ചല്ലോ, മീരിയാം സ്തോത്രം ഹല്ലേലൂയ അനുഗമിച്ചു കൊണ്ടിരുന്നതായ പാറ യേശുവിനെ കാണിക്കുകയാണ്. സ്തോത്രം, ആരെ കാണിക്കുന്നു? യേശുവിനെ കാണിക്കുന്ന. കൊരിന്ത്യലേഖനം നമ്മൾ വായിച്ചല്ലോ, ഇവരെ അനുഗമിക്കുന്ന പാറ ക്രിസ്തുവായിരുന്നു. എന്നാൽ ഈ സ്തോത്രം മീരിയാം എന്ന് പറയുന്ന, ആമേൻ, സ്തോത്രം, സ്ത്രീ സഭയെ കാണിക്കുകയാണ്. സ്തോത്രം, മീരിയാം എന്ന് പറയുന്ന സ്ത്രീ സഭ. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. സഭ, സ്തോത്രം ഹല്ലേലൂയ, എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ, ആമേൻ, മീരിയാം മരിച്ചപ്പോൾ വെള്ളം എന്തായി തീർന്നു? വെള്ളം നിന്നുപോയി. സ്തോത്രം ഹല്ലേലൂയ. അപ്പോൾ സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം ഭൂമിയിൽ എന്തായി തീരും? ഭൂമിക്ക് എന്തായി തീരും? ആമേൻ, സ്തോത്രം ഹല്ലേലൂയ, ആത്മീകമായി എല്ലാ കാര്യങ്ങളും ബ്രേക്ക് ആയി പോകും. ആമേൻ, സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സ്തോത്രം ഹല്ലേലൂയ, സഭ എടുക്കപ്പെട്ടതിന് ശേഷം മുള്ളുകളുടെ ഇടയിലിരിക്കുന്ന താമര, ആമേൻ, സ്തോത്രം, താമര എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താണ് ശേഷിക്കുന്നത്? മുള്ളുകളാണ് ശേഷിക്കുന്നത്. സ്തോത്രം. അതുപോലെ തന്നെയാണ് കർത്താവ് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞു, ആമേൻ, സ്തോത്രം ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം ഹല്ലേലൂയ, ഈ സ്തോത്രം ഈ രണ്ടുപേർ അരയ്ക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, ഒരാൾ എടുക്കപ്പെടും. ഒരാളുടെ അവസ്ഥ എന്തായി തീരും? അവൻ കൈവിടപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കും. ഈ ഭൂമി, സ്തോത്രം ഹല്ലേലൂയ, മുള്ളും കുരുക്കുമായി തീരും. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കാൻ പ്രിയമുള്ളവരെ, മീരിയാം എന്ന സഭ, ആമേൻ, സ്തോത്രം ഹല്ലേലൂയ, ഭൂമിയിൽ ഇല്ലാതായി കഴിഞ്ഞാൽ, ആമേൻ, ഉയരത്തിലുള്ളതായ നന്മ ഇല്ലാതെ അങ്ങ് പോകും, പരിശുദ്ധാത്മാവ് ഇല്ലാതെ പോകും, നദി ഇല്ലാതെ പോകും. ആമേൻ, സ്തോത്രം ഹല്ലേലൂയ. പിന്നെ ആമേൻ, സ്തോത്രം, ഈ ഭൂമിയെ നമ്മൾ ഓർത്ത് നോക്കണം ഈ കാര്യത്തെ. ആമേൻ, സ്തോത്രം ഹല്ലേലൂയ, അന്നത്തെ ഇസ്രായേൽ സഭയ്ക്ക് മാത്രമല്ല, ഇന്ന് നമുക്കും കൂടി, ആമേൻ, സ്തോത്രം, പരിശുദ്ധാത്മാവ് നമ്മോട്, സ്തോത്രം, ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം ഹല്ലേലൂയ. കർത്താവ് അതിന് ശേഷം, സ്തോത്രം ഹല്ലേലൂയ, ആമേൻ, മോശയോട് പറഞ്ഞു, സ്തോത്രം, ആമേൻ, സ്തോത്രം, മോശെ, ഈ സ്തോത്രം ഹല്ലേലൂയ, ഈ പാറയെ നോക്കി നീ സംസാരിക്കുക. എന്താ പറയേണ്ടത്?
കൽപ്പിക്കുക. കൽപ്പിക്കുക. സ്തോത്രം ഹല്ലേലൂയ. കൽപ്പന എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ വചനമാണ് ഇനി കൽപ്പിക്കേണ്ടത്. ആമേൻ. സ്തോത്രം ഹല്ലേലൂയ. സഭയെ ഓർത്തുകൊള്ളുക. സ്തോത്രം ഹല്ലേലൂയ. നീ നിന്റെ നാവിൽ നിന്ന് അവൻ കർത്താവിന്റെ തിരുവചനമെന്ന ആമേൻ. സ്തോത്രം ഹല്ലേലൂയ വാഗ്ദാനങ്ങൾ വാഗ്ദത്തങ്ങൾ ഉണ്ടല്ലോ, അതിന് ഓരോന്നിനെ കർത്താവേ ഇത് ഇതിന്റെ വചനം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആമേൻ. സ്തോത്രം ഹല്ലേലൂയ. എനിക്ക് അതുകൊണ്ട് ഈ വചനപ്രകാരം എനിക്ക് ലഭിക്കണം. ആമേൻ. സ്തോത്രം ഹല്ലേലൂയ. തിക്കൽ പാറയിൽ നിന്ന് വെള്ളം പിനിയും നിനക്ക് ആമേൻ ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഇനി നീ വടി കൊണ്ട് അടിക്കുവാനല്ല, ദൈവ വചനമെന്ന ആമേൻ. സ്തോത്രം ഹല്ലേലൂയ ഈ വടി നീ യൂസ് ചെയ്യണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം എന്ന കോൽ ഉപയോഗിച്ചിട്ട് ആമേൻ കർത്താവിനോട് പറയണം, കർത്താവേ ഈ വചനത്തിൽ ആമേൻ. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നല്ലോ, എനിക്ക് വിരോധമായി എഴുന്നേൽക്കുന്നത് ഫലിക്കത്തില്ലെങ്കിൽ ആമേൻ. സ്തോത്രം എനിക്ക് വിരോധമായി ഉണ്ടാകുന്ന മാന്ത്രിക ക്രിയകളൊന്നും ഫലിക്കത്തില്ല എന്ന് നീ വിശ്വാസത്തോട് പറയണം. സ്തോത്രം ഹല്ലേലൂയ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആമേൻ. സ്തോത്രം ഹല്ലേലൂയ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ ദൈവത്തിന്റെ വചനത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. വചനത്തിൽ ശക്തി ഉണ്ട് പ്രിയമുള്ളവരെ. വചനത്തിന്റെ ശക്തിയാൽ ആമേൻ. സ്തോത്രം ഹല്ലേലൂയ സഭ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? ആമേൻ. സ്തോത്രം ഈ വചനമെന്ന വാക്കുകൾ ഉച്ചരിച്ച് ആമേൻ. സ്തോത്രം ദൈവത്തിൽ നിന്ന് നീ നന്മ പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ഹല്ലേലൂയ. മിസ്രയീമിൽ ന്യായവിധിയുടെ വടിയായിരുന്നു, എന്നാൽ സ്തോത്രം തന്റെ മക്കൾക്ക് അത് അനുഗ്രഹത്തിന്റെ വടിയാണ്. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സഭ എടുക്കപ്പെട്ടാൽ ഇവിടെ ശൂന്യമാണ്. ആമേൻ. സ്തോത്രം സഭ അതിനു മുമ്പ് എന്ത് ചെയ്യണം? വചനമെന്ന കോൽ ആമേൻ. സ്തോത്രം ഹല്ലേലൂയ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ആമേൻ. സ്തോത്രം നന്മകൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ചെങ്കടൽ കടന്നു ഇക്കര വന്നപ്പോൾ ദൈവജനം ആമേൻ. സ്തോത്രം ഹല്ലേലൂയ ആമേൻ സ്നാനത്തോട് കൂടെ ആമേൻ. സ്തോത്രം ഹല്ലേലൂയ വേർപിരിക്കപ്പെട്ടു. പാപസ്തോത്രം മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. സ്തോത്രം ഹല്ലേലൂയ. ഇക്കര കടന്നു വന്ന ദൈവജനം എവിടേക്ക് യാത്ര ചെയ്യാണ്? ആമേൻ കാനാനിലേക്ക് യാത്ര ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമ്മെ യാത്ര ചെയ്ത് കൊണ്ടുപോകുന്ന പരിശുദ്ധാത്മാവ് ദൈവം ആമേൻ നിത്യ കാനാനിലേക്ക് നമ്മെ കൊണ്ടുപോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ ഇനി ഉള്ള നന്മകൾ പ്രാപിക്കണം എങ്കിൽ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ നീ ന്യായവിധിയുടെയോ ആമേൻ മോശയുടെ കരത്തിലിരിക്കുന്നതോ അല്ല. എന്നാൽ സ്തോത്രം. ഹല്ലേലൂയ തിരുവചനമാകുന്ന മോശയിൽ കടത്തിലിരിക്കുന്ന കോൽ തിരുവചനമാകുന്ന കോലായിരുന്നു. എന്നാൽ ഈ കോല് നീ ഉപയോഗിക്കുമ്പോൾ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ ഈ വടി നീ ഉപയോഗിക്കുമ്പോൾ ആമേൻ ആത്മീകമായും ഭൗതികമായും എല്ലാ നന്മകളും ആമേൻ. സ്തോത്രം നിനക്ക് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ஹல்லேலூயா. ஆமென். ஸ்தோத்திரம். தேவ வார்த்தை என்கிற ஆமென். ஸ்தோத்திரம். ஹல்லேலூயா அந்த கோலை இந்த வடியை ஆமென். ஸ்தோத்திரம். ஹல்லேலூயா நீ உபயோகப்படுத்தினால் ஆமென். ஸ்தோத்திரம். ஹல்லேலூயா கர்த்தாவே வேத வாக்கியத்தில் இப்படியாக சொல்லுகிறது எனக்கு ஆமென். ஸ்தோத்திரம். ஹல்லேலூயா இதை நீ தருவீராக. ஆமென். ஸ்தோத்திரம். வேத வசனத்தின்படி நீ முழங்கால் மடக்கும் பொழுது கர்த்தருடைய வசனத்தை வாக்தத்த வார்த்தைகளை கர்த்தருக்கு முன்பதாக எடுத்து வைத்து 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 அந்த நன்மைகளை ஆமென். ஸ்தோத்திரம் பாறையிலிருந்து வருகிறதான ஆசீர்வாதத்தை ஆமென். ஸ்தோத்திரம் நீ ஆமென் சபையாக நீ பெற்றுக்கொள்ள வேண்டும். ஹல்லேலூயா. ஹல்லேலூயா. ஆமென். ஸ்தோத்திரம். ஹல்லேலூயா. പ്രിയമുള്ളവരെ അനേക കാര്യങ്ങളുണ്ടെങ്കിലും ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ ഞാൻ സ്തോത്രം ഇന്ന് സ്തോത്രം എത്ര പേർക്ക് ആമേൻ. സ്തോത്രം വിശ്വാസം ഉണ്ടായി ആമേൻ. ഭൗതികമായ നന്മയിൽ ആമേൻ. സ്തോത്രം നമ്മൾ ആശ്രയിച്ചാൽ ആമേൻ. സ്തോത്രം ആത്മീകമായ സ്തോത്രം. ഹല്ലേലൂയ അനേക അനുഗ്രഹങ്ങൾ ആമേൻ ബന്ധിക്കപ്പെട്ടു പോകും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. സ്തോത്രം. എല്ലാത്തിനും മതിയായ ഒരു ദൈവമാണ്. മോശെ എന്നെ ഒരു ആമേൻ. സ്തോത്രം നെഗറ്റീവായിട്ടാ ഈ ഇസ്രായേൽ ജനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ. സ്തോത്രം നെഗറ്റീവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഇസ്രായേൽ ജനത്തോട് പറയണം, ഞാൻ സ്നേഹവാനാണ്, ഞാൻ കരുണ ഉള്ളവനാണ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യഹോവ സ്തോത്രം. ഹല്ലേലൂയ കരുണ ഉള്ള ദൈവം. ആമേൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ കർത്തർ നല്ലവർ, അവരുടെ കൃപൈ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ എന്ന് നീ ഇവരോട് പറയണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ ഈ ജനം വിശ്വസിക്കട്ടെ. അവസാനത്തോളം വിശ്വസിക്കാതെ വന്നപ്പോഴാണ് പ്രിയമുള്ളവരെ ആമേൻ. സ്തോത്രം ഈ സത്യവചനം നമ്മളിലേക്ക് പാസ് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ യോഗ്യതയില്ലാതെ ഇരുന്ന നമ്മുടെ മേൽ ഈ ദൈവത്തിന്റെ അനുഗ്രഹം ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ പാസ് ചെയ്യുവാൻ തക്കവണ്ണം ഇവിടെയായി. അങ്ങനെ നമ്മൾ ഈ ജീവജല നദികൾ
നദികൾ കുടിക്കുവാൻ അവൻ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകി. അവൻ സ്തോത്രം ഹല്ലേലൂയ. ഈ ജീവജലത്തിൽ നിന്ന് കുടിക്കുവാൻ അവൻ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകി. അവർക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അവൻ ഇസ്രായേൽ ജനത്തിന് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. പ്രിയമുള്ളവരെ, നമുക്കാണ് സ്തോത്രം ഹല്ലേലൂയ ഈ ഭാഗ്യം ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ, കർത്താവിന് നമുക്ക് നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കണം, അന്ത്യത്തോളം ജീവിക്കണം. നമ്മെ കൈവിടുന്ന ഒരു ദൈവമല്ല. അവൻ സ്തോത്രം സ്നേഹമുള്ള ഒരു കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ ശുദ്ധീകരിച്ച് ദേഹം ദേഹി ആത്മാവിനെ ശുദ്ധീകരിച്ച് അവൻ സ്തോത്രം യേശുവിന്റെ വരവെങ്കിൽ ഞാൻ കൊണ്ട് ചേർക്കുമെന്ന് അവൻ പരിശുദ്ധാത്മാവ് നമുക്ക് സ്തോത്രം ഹല്ലേലൂയ തിരുവചനത്തിൽ കൂടി നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കർത്താവേ, ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തെ ധന്യമാക്കണമേ. അവൻ സ്തോത്രം ഹല്ലേലൂയ എന്നും പറഞ്ഞ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാം. അവൻ സ്തോത്രം ഹല്ലേലൂയ കണ്ണുകളടച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, എല്ലാവരും സ്തോത്രം പ്രത്യാശ വരട്ടെ, എല്ലാവർക്കും പ്രത്യാശ വർദ്ധിക്കട്ടെ. അവൻ സ്തോത്രം ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, അവൻ സ്തോത്രം ലോകത്തിൽ ഞാൻ അവൻ സ്തോത്രം ഹല്ലേലൂയ ആയിരിക്കുമ്പോൾ യേശുവിൽ ചാരേണ്ടതിനും യേശുവിൽ വിശ്വാസം ഉണ്ടാകേണ്ടതിനും ആത്മീക നന്മകൾ ഞാൻ എങ്ങനെ പ്രാപിക്കണമെന്നും അവൻ സ്തോത്രം തിരുവചനത്തിൽ കൂടി കേട്ടല്ലോ. ഈ തിരുവചന സത്യത്തിൽ എൻ്റെ ആത്മീക ജീവിതവും ഭൗതിക ജീവിതവും അവൻ അനുഗ്രഹിക്കപ്പെടും. യേശു പറഞ്ഞ സ്തോത്രം ഹല്ലേലൂയ. അവൻ ഈ വാതിൽ കൂടി കടക്കുന്നവൻ ഉള്ളും പുറമ്പും അകത്തും പുറത്തു ചെന്ന് അവൻ അനുഗ്രഹം പ്രാപിക്കും. അങ്ങനെയാണെങ്കിൽ സ്തോത്രം അനുഗ്രഹം പ്രാപിക്കുവാൻ അവൻ കർത്താവേ തിരുവചനത്തിന്റെ ആ വെളിച്ചം, തിരുവചനത്തിന്റെ വിശ്വാസം എന്നിൽ വരണമേ എന്ന് പറഞ്ഞ് എല്ലാവരും ഒരു വാക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവൻ ദൈവമേ, ആമേ സ്തോത്രം പ്രത്യാശയുള്ള വചനങ്ങൾ ദൈവജനത്തിന്റെ ഹൃദയത്തിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ വിത്തുപോലെ ഉരുത്തിരിയട്ടെ. പരിശുദ്ധാത്മാവിന് മഹത്വം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേ സ്തോത്രം ഹല്ലേലൂയ. അലക്സ് ഒരു വാക്ക് ജപം. പിതാവേ, നന്ദിയോട് ഞങ്ങളെ വാഴ്ത്തുന്നോപ്പ അനുഗ്രഹിക്കും വരെ നല്ല